കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരള ഇൻഡിപെൻഡൻസ് ഫാമേഴ്സ് അസോസിയേഷന്റെ ഷൂട്ടർമാരുടെ സഹായത്തോടുകൂടി പന്നികൾ ധാരാളം വസിക്കുന്ന പ്രദേശങ്ങളിൽ വേട്ടനായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് പന്നികളെ കാട്ടിൽ നിന്ന് പുറത്തേയാടിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമം കോടഞ്ചേരി പഞ്ചായത്തിൽ ആരംഭിച്ചു. കിഫയുടെയും സർക്കാരിന്റെയും അംഗീകൃത ലൈസൻസുള്ള 20ഓളം ഷൂട്ടർമാരാണ് പങ്കെടുക്കുന്നത്. കിഫയെ പിന്തുണച്ചുകൊണ്ട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ചടങ്ങിൽ ഷൂട്ടർമാരെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് കിഫ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷന്റെ ഷൂട്ടർമാരുടെ സഹായത്തോടു കൂടി പന്നികൾക്ക് ധാരാളമായി വസിക്കുന്ന പ്രദേശങ്ങളിൽ വേട്ടനായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഇളക്കി അവയെ പുറത്തു ചാടിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. 10-20ഓളം ഷൂട്ടർമാർ കിഫയുടെയും സർക്കാരിന്റെ അംഗീകൃത ലൈസൻസ് ഉള്ള ഗ്രാമപഞ്ചായത്തിന്റെ പന്നിയെ വെടിവെക്കാനുള്ള പ്രൊസീഡിങ്സ് ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. മനുഷ്യജീവന് ഹാനികരമാകാത്ത വിധത്തിൽ സുരക്ഷിതമായി നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതിന് കിഫ നൽകുന്ന പിന്തുണയ്ക്ക് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ഷൂട്ടർമാർക്കും കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം ബോധുകയാണ്. ഈ നാട്ടിലെ കാർഷിക മേഖലയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാട്ടുപന്നിയെ എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള പ്രായോഗിക നടപടികൾക്ക് ഇപ്പൊ തടസ്സമായി നിൽക്കുന്നത് തോക്ക് ലൈസൻസുകൾ ആവശ്യത്തിൽ ലഭിക്കുന്നില്ല എന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിരവധി ആളുകൾ തോക്കിൽ ലൈസൻസിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നിഷേധിക്കപ്പെടുന്നു എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അനുവദിക്കപ്പെടുന്ന തോക്കുകൾക്ക് തന്നെ പരിധി നിശ്ചയിക്കുന്നു. ഒരു വില്ലേജ് പരിധിക്ക് അപ്പുറത്തേക്ക് ആ തോക്കുമായി പോകാൻ പറ്റില്ല എന്ന് പറയുന്ന അപ്രായോഗികമായ നടപടികൾ, നിയമത്തിലില്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള പരിശ്രമങ്ങളും അധികാരികൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികൾക്കുള്ള പരിഹാരം കാണണമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കോടഞ്ചേരിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ഷൂട്ടർമാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ ശ്രദ്ധിക്കുക, കാടിനകത്ത് കയറി വെടിവെക്കാതിരിക്കുക. പുറത്ത് ചാടുന്ന പന്നിനെ മാത്രമേ ചെയ്യാവുള്ളൂ. റേഡിയോയിൽ കിട്ടുന്ന ഇൻഫർമേഷൻ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ദിക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കിനനുസരിച്ച് നിൽക്കുക. കാടിനകത്തേക്ക് ആരും കയറാതിരിക്കുക. പിന്നെ ചെയ്യേണ്ടത് 4.8 കാട്രിഡ്ജ് ഉപയോഗിക്കാൻ പാടില്ല. ചിൽത്തര അപകടമാണ്. അതുപോലെ ഫ്ലാറ്റ് ഷൂട്ട് ചെയ്യാൻ പാടില്ല. ക്ലോസ് ഷോട്ട് അടിക്കാൻ പാടുള്ളൂ. പന്നി പോയ പൊക്കോട്ടെ, അപകടം ഉണ്ടാകാൻ പാടില്ല. പന്നി പോകുന്നതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ റേഡിയോയിൽ കൂടെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് നിർദ്ദേശങ്ങൾ പാലിക്കുക. നിങ്ങൾക്ക് റേഡിയോ കൂടെ കിട്ടുന്ന പറഞ്ഞത് 1 സൈഡ് കമ്മ്യൂണിക്കേഷൻ ആണ് റേഡിയോ. നിങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊരാൾക്ക് തിരിച്ചു പറയാൻ കഴിയുള്ളൂ. ഒരേ സമയം മറ്റൊരാൾ 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനിടയിൽ കയറിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും കേൾക്കുകയില്ല. അപ്പം വെടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഏറ്റവും അടുത്ത സമയത്ത് പറയാം അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. പിന്നെ ഇവര് ഡോഗ് സ്ക്വാഡുകാര് കറക്റ്റായിട്ടുള്ള മെസ്സേജ് തരും. എവിടേക്കാണ് പന്നി ഓടി വരുന്നത് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരു ദിക്കായിരിക്കും പറയുക. അപ്പൊ ആ ദിക്കിലുള്ള ആൾക്കാർ കറക്റ്റായിട്ട് ആ ദിക്ക് ശരിക്കും സെർച്ച് ചെയ്ത് സൂക്ഷിച്ച് നിന്നിട്ട് കൈകാര്യം ചെയ്യണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മൾ അധികം കൃഷി സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തായിരിക്കും. അവിടെ ആടുണ്ടാവും, പശു ഉണ്ടാവും, റബ്ബർ വെട്ടിയിട്ട് ആൾക്കാർ പാലെടുക്കുന്നവരുണ്ടാവും, പുല്ല് മുറിക്കുന്നവരുണ്ട്, ആടിനെ തെറ്റുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു കടവിൽ പോയിട്ട് നിങ്ങൾ റെഡിയായി നിൽക്കുക, ചുറ്റോട് ചുറ്റും നിരീക്ഷിക്കുക. ഇവിടെ അടുത്ത ആരെങ്കിലും ആടുണ്ടോ, പശുവുണ്ടോ, മനുഷ്യന്മാരുണ്ടോ എന്ന് നോക്കുക. അത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അപകടമില്ലാതെ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.